Next question. A cube of 30 mm edge is cut by a section plane so that the true shape of the section is a regular hexagon. Draw the projection of the cube and find the inclination of the section plane with HP. Also measure the length of the sides of the regular hexagon in the true shape of the section. Okay. About cube. So this is the cube. Not a cube. A cube in the edge 30 mm edge is cut by a section plane. ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്യൂബിന് നമ്മളിപ്പോൾ ഇതിപ്പോൾ വേർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ക്യൂബ് എഡ്ജ് ഉള്ളതെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഈ ലെവലിന് കട്ട് ചെയ്താൽ നമുക്ക് എത്ര കട്ട് സെക്ഷൻ പോയിൻറ്റ്സ് കിട്ടും? നമുക്ക് 4 സെക്ഷൻ പോയിൻറ്റ്സാണ് കിട്ടുക. ഓക്കെ, അതായത് എഡ്ജ് പെർപെൻഡിക്കുലർ ടു ടോപ്പ് നിന്ന് നോക്കുമ്പോൾ കാണുന്ന എഡ്ജ് ഉണ്ടല്ലോ, ആ എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP എന്ന ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4 സെക്ഷൻ പോയിൻറ്റ്സാണ് കിട്ടുക. എന്നാൽ കോർണറിൽ റെസ്റ്റ് ചെയ്യും, നമ്മൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിൽ കോർണറിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചിട്ടുള്ള പൊസിഷൻ ഇതേമാതിരിയല്ലേ വെക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്താൽ, ഈ ലെവലിൽ വെച്ച് കട്ട് ചെയ്താൽ എത്ര സെക്ഷൻ പോയിൻറ്റ്സ് കിട്ടും? നമുക്ക് 6 സെക്ഷൻ പോയിൻറ്റ്സ് കിട്ടും. അതാണ് പ്രത്യേകത. അപ്പോൾ ക്യൂബിനെ നമ്മൾ റെഗുലർ ഹെക്സഗൺ കിട്ടണമെങ്കിൽ നമ്മൾ ക്യൂബിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വെക്കുന്നതിന് പകരം ഇതേമാതിരി വെക്കണം. HP ഇങ്ങനെ വെക്കാൻ പാടില്ല, പകരം ഇതേമാതിരി വെക്കണം HP ഈ പൊസിഷനിൽ. എന്നാൽ മാത്രമേ നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കട്ട് ചെയ്യുമ്പോൾ ഹെക്സഗൺ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യൂബിൻ്റെ ബേസ് എഡ്ജ് വന്നു. ഈസ് കട്ട് ബൈ സെക്ഷൻ ബേസ് ഓൺ ദ ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ ഇസ് എ റെഗുലർ ഹെക്സഗൺ. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് ദി ക്യൂബ്. ഫൈൻഡ് ദി ഇൻക്ലിനേഷൻ ഓഫ് ദി സെക്ഷൻ പ്ലെയിൻ വിത്ത് HP. Also measure the length of the sides of the regular hexagon in the true shape of the section. This is our question. അപ്പോൾ ഈ ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഓർമ്മിക്കുക, റെഗുലർ ഹെക്സഗൺ ഇതേമാതിരി ഉണ്ടാവും. അതാണ് റെഗുലർ ഹെക്സഗൺ. ഓക്കെ, എല്ലാ എഡ്ജും ഒരേ ലെങ്ത്തിൽ. ഇതാണ് ക്യൂബ്. അപ്പോൾ ഇത് 30, ഇത് 30, എല്ലാ എഡ്ജും 30 ആയിരിക്കും ക്യൂബിൻ്റെ കേസിൽ. എൻ്റെ ഇത് 30 ആണെന്നുകൊണ്ട് റെഗുലർ ഹെക്സഗണിൻ്റെ ഈ എഡ്ജ് 30 വരെ വന്നല്ല, ഇത് വേറെ ലെങ്താണ് വരിക. ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ്ഡ് ഓൺ ദിസ് ഗിവൻ ഡാറ്റ വി ഹാവ് ടു ക്രിയേറ്റ് ദിസ് റെഗുലർ ഹെക്സഗൺ. സോ ഹൗ ടു ക്രിയേറ്റ് ദിസ് റെഗുലർ ഹെക്സഗൺ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഈ എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട് ക്യൂബിൻ്റെ, പക്ഷേ പൊസിഷനെ പറ്റിയൊന്നും തന്നില്ല. പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചാൽ, ഇത് വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ആണെങ്കിൽ നമ്മൾ പറയല്ലേ, ഒന്നിക്ക് നമുക്ക് ഇങ്ങനെ വെക്കാം. അതായത് ഈ എഡ്ജ് VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വിധത്തിൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിന് ഇങ്ങനെ വെച്ചൂടെ, അതിൽ കോർണറിന് ഇൻക്ലൈൻഡ് ആയിട്ട് ഈ 2 പൊസിഷനിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത് എന്നത് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ട്രൂ ഷേപ്പ് റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞതുകൊണ്ട് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വി ഹാവ് ടു ചൂസ് ദിസ് പൊസിഷൻ. എന്നാലും മാത്രമേ നമുക്ക് ഈ ആൻസർ കിട്ടും. അതായത് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിൽ നമ്മൾ ഒരു കോർണറിൽ റെസ്റ്റ് ചെയ്യേണ്ട പ്രോബ്ലത്തിൽ നമ്മളെങ്ങനെയാണ് വരക്കുന്നത്? ഇതിപ്പോൾ XY ലൈനിന് ഈ ഒരു പൊസിഷനിൽ വെക്കുക അല്ലെ. കോർണറിൽ നിന്ന് ഒരു സെൻട്രൽ ലൈനിലേക്ക് വരച്ചാൽ ദാറ്റ് ലൈൻ ഹാസ് ടു ബി പാരലൽ ടു XY. ഈ പൊസിഷനിൽ വെച്ചാൽ മാത്രമേ നമുക്ക് കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇനി എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇതേമാതിരി പ്ലേസ് ചെയ്യും അല്ലെ. ഈ എഡ്ജ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് എഡ്ജ് ഹാസ് ടു ബി പെർപെൻഡിക്കുലർ ടു XY. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് റെഗുലർ ഹെക്സഗണാണ് വേണ്ടത്. റെഗുലർ ഹെക്സഗണാണ് വേണമെങ്കിൽ ഒരു ക്യൂബിൽ നിന്നാണ് നമ്മൾ റെഗുലർ ഹെക്സഗൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പൊസിഷൻ ചൂസ് ചെയ്യാൻ പാടില്ല. വി ഹാവ് ടു ചൂസ് ദിസ് പൊസിഷൻ. മനസ്സിലായോ? ഇങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി
അപ്പോൾ ഇതാണ് പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പൊസിഷനെ പറ്റി നമുക്ക് ക്വസ്റ്റ്യനൊന്നും പറഞ്ഞിട്ടില്ല. റെഗുലർ ഹെക്സഗൺ വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ റെഗുലർ ഹെക്സഗൺ വേണമെങ്കിൽ we have to choose this position method. Then only you will get the answer. Okay, our section. അപ്പോൾ ഇവിടെ നമ്മുടെ പൊസിഷൻ നോക്കുമ്പോൾ വെർട്ടിക്കൽ ഫേസ് ഓഫ് ദി ക്യൂബ് ഈക്വലി ഇൻക്ലൈൻ ടു വി പി എന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടും. ക്യൂബിൻ്റെ വെർട്ടിക്കൽ ഫേസ് ഈക്വലി ഇൻക്ലൈൻ ടു വി പി. വെർട്ടിക്കൽ ഫേസ് പെർപെൻഡിക്കുലർ ടു വി പി ആയി വെക്കാൻ പാടില്ല. മനസ്സിലായി? ക്യൂബിൻ്റെ വെർട്ടിക്കൽ ഫേസ് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കാൻ പാടില്ല. ഇതാണ് ക്യൂബ്. ഈ ക്യൂബിൻ്റെ വെർട്ടിക്കൽ ഫേസ് എന്ന് പറയുമ്പോൾ ഈ വെർട്ടിക്കൽ ഫേസ് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കാൻ പാടില്ല. പകരം ഇതേമാതിരി വെക്കണം. വെർട്ടിക്കൽ ഫേസ്, ഇത് വെർട്ടിക്കൽ ഫേസ്, ദിസ് ഇസ് വെർട്ടിക്കൽ ഫേസ്. സോ വെർട്ടിക്കൽ ഫേസ് ഈക്വലി ഇൻക്ലൈൻഡ് വിത്ത് വി പി. ഓക്കെ, ഈ പൊസിഷനിൽ വേണം വെക്കാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കട്ട് ചെയ്യും. ഇത് ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ ടോപ്പ് ബേസിലും അതേമാതിരി ബോട്ടം ബേസ്, ബോട്ടം ബേസ്, ഈ ടോപ്പ് ബേസിലൂട്ട് നമ്മൾ മുറിച്ചിട്ട് ഈ ബോട്ടം ബേസിലൂട്ട് വേണം നമ്മുടെ നൈഫ് പുറത്തേക്ക് വരാൻ. ഇങ്ങനെ മുറിച്ചോളാം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടും? 6 പോയിന്റ്സ് കിട്ടും. 6 പോയിന്റ് കിട്ടിയാൽ മാത്രമേ റെഗുലർ ഹെക്സഗൺ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ബേസിലൂടെ കട്ട് ചെയ്യുമ്പോൾ 2 പോയിന്റ് വരും. ഇപ്പോൾ ടോപ്പ് ബേസിൽ 2, ബോട്ടം ബേസിൽ 2. അപ്പോൾ 2 4 കഴിച്ച് മറ്റേത് ഈ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 പോയിന്റ്, അടിയിൽ 2 പോയിന്റ്. അപ്പോൾ 2 4. പിന്നെ അതുപോലെ പിന്നെ ഈ കട്ടിംഗ് ബ്ലേഡ് ഇങ്ങനെ പോയിട്ട് ഇവിടെ കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. ഈ എഡ്ജിൻ്റെ നേരെ ബാക്കിൽ മറ്റേ എഡ്ജ് ഉണ്ടല്ലോ, അവിടെയും ഒരു പോയിന്റ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 6 പോയിന്റ്. ഓക്കെ, അപ്പോൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞില്ല. അപ്പോൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ഹെക്സഗണിൻ്റെ എല്ലാ എഡ്ജസും ഈക്വൽ ലെങ്ത്. മാത്രമല്ല ആംഗിൾസ് ഓഫ് 120, 120, 120, 120 ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, 120 ഡിഗ്രി ഹാസ് ടു ബി മെയിൻറ്റെയിൻ ത്രൂ ഔട്ട്. Now let us start this problem. Now let us start this drawing. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി XY ലൈൻ. അതൊരു XY ലൈൻ വരച്ചു. പിന്നെ ക്യൂബിനെ നമുക്ക് വരക്കാറിയാലോ. ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അല്ലേ, ഒരു ലൈൻ വരച്ചു. 3 സെൻറ്റിമീറ്റർ ലൊക്കേറ്റ് ചെയ്തു. 90 ഡിഗ്രി അഗെയിൻ 3 സെൻറ്റിമീറ്റർ ജോയിൻ ചെയ്യുക. ജസ്റ്റ് വി ഗോട്ട് എ സ്ക്വയർ അല്ല, ക്യൂബിൻ്റെ ടോപ്പ് സർഫസ് സ്ക്വയർ ആയിട്ടല്ലേ കാണുമോ? സോ പേര് കൊടുക്കുക ABCD. ഇതൊരു ഡയഗണല്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു ലൈൻ വരച്ചു, പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു, ഒരു തിൻ ലൈൻ. ഇവിടെ ഞാൻ ഏത് ഇവിടുത്തെ പോയിന്റ് ചൂസ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ മുതൽ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്തു. അത് ഇവിടെ തൊട്ടെടുത്തു. ഓക്കെ, ഇതിൻ്റെ മിഡ് പോയിന്റ് ഇവിടെയാണ്. അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ടും അത് വരച്ചു. നെക്സ്റ്റ് മെഷർ ദിസ് ലെങ്ത്. ഓക്കെ, സോ ദിസ് ഈസ് A ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് C. നെക്സ്റ്റ് ഈ ലൈൻ ലെങ്ത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എടുക്കുക. സോ ആൻഡ് ദിസ് ഇസ് ദ അനദർ പോയിന്റ്. എല്ലാം കൂടി ജോയിൻ ചെയ്യാം. So ABCD. Okay. ഇതാണ് ഈ ക്യൂബിൻ്റെ ബോട്ടം ABCD. അപ്പോൾ ടോപ്പിലുണ്ടാവില്ലേ അതേമാതിരി പോയിന്റ്. സോ ABCD ഇവിടെ EFGH. അപ്പം ഫ്രണ്ടിൽ നോക്കുമ്പോൾ C എന്ന് പറയുന്ന പോയിന്റ് വിസിബിൾ ആവാം, A എന്ന് പറയുന്ന പോയിന്റ് ഇൻവിസിബിൾ. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്യാം.
ഇവിടെ ഒരു പോയിന്റ് കിട്ടി. സോ ദിസ് ഈസ് ഡി ഡാഷ് കൊമ എച്ച് ഡാഷ്, ബി ഡാഷ് കൊമ എഫ് ഡാഷ്, ഓക്കെ. ഇവിടെ ടോപ്പ് പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഇൻവിസിബിൾ, ബി ഇൻവിസിബിൾ, സി ഇൻവിസിബിൾ ആൻഡ് ഡി ഇസ് ഇൻവിസിബിൾ. ഇ എഫ് ജി എച്ച് വിൽ ബി വിസിബിൾ. ഇനി ഫ്രണ്ട് നോക്കുമ്പോൾ എന്ത് വരും? ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഓക്കെ, ഇവിടെ ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നെയിമിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കും. ഫസ്റ്റ് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആദ്യം എക്സ് ലൈൻ വരച്ചു, ഒരു ലൈൻ വരച്ചു. എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തു. സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വന്നു. ഇതാണ് ഇതിൻ്റെ മിഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരും ബി, ഇതാണ് ഇവിടെ ഡി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എടുക്കുക, ഈ ബേസിൻ്റെ ഫ്രണ്ട് വ്യൂ. സോ ദിസ് വിൽ ബി ബി ഡാഷ് and this is C dash comma A dash and here this will be D dash. Okay, അപ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ C dash will be visible and A dash will be invisible. ഓക്കെ, ഇനി ടോപ്പ് സർഫസ് മുകളിൽ നോക്കുമ്പോൾ അപ്പോൾ എന്ത് വരും? എ ബി സി ഡി, എ ബി സി ഡി, ഇ വിൽ ബി വിസിബിൾ, എഫ് ജി ആൻഡ് എച്ച്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ എവിടെ വരും? നമ്മൾ വരയ്ക്കണ്ടേ? അത് വരയ്ക്കണം. സോ ഫോർ ദാറ്റ് ക്യൂബിൻ്റെ ഹൈറ്റ് എത്ര? 30 തന്നെ. സോ ഇവിടുന്ന് മുകളിലേക്ക് 30 എടുക്കുക. സോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഈ എഡ്ജ് കാണും, ഈ എഡ്ജ് കാണും, ഇതും കാണും, 3 എഡ്ജും കാണും. ഓക്കെ, ഹൈറ്റ് 30. ഓക്കെ, അപ്പോൾ ടോപ്പിൽ നിന്ന് ഇനി എന്ത് ചെയ്യണം? ഇത് മാർക്ക് ചെയ്യാം. ജി എന്ന് പറയുന്ന പോയിന്റ് ജി ഡാഷ്, എഫ് കൊമ എച്ച്. അപ്പോൾ എഫ് ഡാഷ് വിൽ ബി വിസിബിൾ ആൻഡ് എച്ച് ഡാഷ് വിൽ ബി ഇൻവിസിബിൾ. സിമിലർലി ഇവിടെ എന്ത് ചെയ്യും? ഇ ഡാഷ് വിൽ ബി വിസിബിൾ. ഓക്കെ, ശരിയല്ലേ? സംശയം ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ ക്യൂബാണെങ്കിൽ ഇതേമാതിരിയുള്ള നമ്മുടെ ക്യൂബ്. ഓക്കെ, ഇത് vertical plane, horizontal plane. So ഇത് എ സി ബി ഡി, എ ബി സി ഡി, ഇ എഫ് ജി ആൻഡ് എച്ച്, ഇ എഫ് ജി എച്ച്. അപ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റും? ഇവിടെ ഇതാ, ഇവിടെ ശരിയല്ലേ? ഇതാ എ ബി സി ഡി, എ ബി സി ഡി, ഇവിടെ എച്ച് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, അപ്പോൾ എച്ച് ഇവിടെ വന്നു, ഇനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു, ഇവിടെ നമ്മൾ എഫ് എടുത്തു, ആൻഡ് ഇവിടെ ജി എടുത്തു. കുഴപ്പമില്ല, എങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഒരു ഇ ഡാഷ്, ഇ ഡാഷ്, ദെൻ ഹിയർ എച്ച് ഡാഷ് കൊമ എഫ് ഡാഷ്, വേറെ എച്ച് വിൽ ബി ഇൻവിസിബിൾ, എഫ് കാണാൻ പറ്റും. ദെൻ ഇവിടെ ജി ഡാഷ്, ജി ഡാഷ് കാണാൻ പറ്റും. ഓക്കെ, അതേമാതിരി ഫ്രണ്ട് നോക്കുമ്പോൾ ഇവിടെ സി ഡാഷ്, ശരിയല്ലേ? സി ഡാഷ് കൊമ എ ഡാഷ് വിൽ ബി ഇൻവിസിബിൾ ആൻഡ് ഇവിടെ ഡി ഡാഷ് വരും. ഇവിടെ നോക്കുമ്പോൾ ബി ഡാഷ്. ടോപ്പിൽ നോക്കുമ്പോൾ ഇ എഫ് ജി എച്ച് ഫുള്ളി വിസിബിൾ, ഇ എഫ് ജി എച്ച് വിസിബിൾ ആൻഡ് ബോട്ടത്തിലുള്ള എ ബി സി ഡി വിൽ ബി ഫുള്ളി ഇൻവിസിബിൾ. അപ്പോൾ ആദ്യം ബേസ് വരയ്ക്കുക, ആ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. എന്നിട്ട് ബേസിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പിൽ നിന്ന് എല്ലാം വിസിബിൾ ആയിരിക്കും, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഇൻവിസിബിൾ അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ടോപ്പ് വ്യൂ വരയ്ക്കുക. ബോട്ടം ബേസിൻ്റെ മേലുള്ള ടോപ്പ് ബേസ് പാർട്ട് ഉണ്ടല്ലോ, ആ ടോപ്പ് ബേസ് പാർട്ട് വരയ്ക്കുക. എന്നിട്ട്
ആ പോയിന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ വരച്ചുള്ള ബ്രാക്കറ്റിലാവും. ഓക്കെ, ഇനി ഫ്രണ്ട് നോക്കിയിട്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് വരച്ചിട്ടുണ്ടല്ലോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബ്രാക്കറ്റിലുള്ളതും ബ്രാക്കറ്റിൽ ഇല്ലാത്തതുമായിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യാം ടോപ്പിൽ. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് വി വാണ്ട് റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗണാണ് നമുക്ക് വേണ്ടത്. അതിന് ബേസിക്സ് എത്ര, ഈ ഓരോ എഡ്ജും എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാം ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റെഗുലർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചിരുന്നത്. സോ റെഗുലർ ഹെക്സഗൺ കിട്ടുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. അതായത് ഈ കാണുന്ന എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജ്, ആ എഡ്ജിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക. അതേമാതിരി ഈ കാണുന്ന എഡ്ജിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക. ഇത് ഒരേ ലൈനിലാണ് വരിക. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? മേലോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ അതെന്ത് ചെയ്യും? ടോപ്പ് ബേസിനെ കട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക, ഇതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക, പ്രൊജക്റ്റ് ചെയ്യുക, അത് ബോട്ടം ബേസിനെ കട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന വിധത്തിൽ ഒരു കട്ടിംഗ് പ്ലെയിൻ നമ്മൾ അങ്ങോട്ട് വരക്കുക. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഫിനിഷ്ഡ്. ഇനി ഈ ആംഗിൾ മെഷർ ചെയ്യുക. ആ ആംഗിൾ എത്രയാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അത് എഴുതുക. സോ ഇവിടെ നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഈ അപ്പർ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യും. കാരണം രണ്ട് പാർട്ടേ ഉള്ളൂ, ഒന്ന് അപ്പർ ഒന്ന് ലോവർ. ഒബ്സർവറിൻ്റെ അടുത്തുള്ള ഭാഗം എപ്പോഴും റിമൂവ് ചെയ്തിട്ട് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഭാഗം ഇവിടെ ഹാച്ച് ചെയ്യാം. അതാണ് ഇത് സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് പറയും. ഇത് ട്രൂ ഷേപ്പ് എങ്ങനെ കിട്ടുക? ഈ കാണുന്ന കട്ട് സർഫസിനെ പെർപെൻഡിക്കുലറായിട്ട് നോക്കുക. നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് ഇവിടുന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടും. ആ കിട്ടുന്ന ട്രൂ ഷേപ്പ് ഈ സൈഡിൽ വരക്കാം, കാരണം സ്പേസ് ഇവിടെ ഇല്ല. ഒരു ഈ ഭാഗത്തൊക്കെ വരക്കുക. അത്രയേ ഉള്ളൂ, ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ കട്ടിംഗ് പ്ലെയിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ വരെ വന്നു, എൻഡ് പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഭാഗമാണ് നമ്മൾ ഹാച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമ്മൾ ഒരു 45 ഡിഗ്രി ആംഗിൾ അറിയാലോ, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ആംഗിൾ ഹാച്ച് ചെയ്യാം. ഇപ്പുറത്തേക്ക് പോകാൻ പാടില്ല, ഓർത്തില്ല. ഓക്കെ, അപ്പോൾ കട്ടിംഗ് പോയിന്റിന് പേര് കൊടുക്കാം. ഞാൻ കൊടുത്ത പോയിന്റ് പേര് 1. അതേമാതിരി 1 2 കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഏതൊക്കെയാണ്? ഒന്ന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേസിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും 2 പോയിന്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഞാൻ കൊടുക്കുന്ന പേര് ഇവിടെ 1 കൊടുത്തു. ഓക്കെ, കാരണം ഇത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, നേരെ ബാക്കിൽ മറ്റേ പോയിന്റ് ഉണ്ടാവും. ശരിയല്ലേ? ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഇത് 1 ആകുന്ന സമയത്ത് ഇതിന് ബാക്ക് ഒരു 1 ഡാഷ് ബ്രാക്കറ്റിൽ ബാക്കിൽ വേറൊരു പോയിന്റ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പിന്നെ അടുത്തത് എവിടെ കട്ട് ചെയ്യുന്നത്? ഇതാ ഈ കാണുന്ന എഡ്ജ് ഉണ്ടല്ലോ, ആ എഡ്ജിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ഞാൻ 2 ഡാഷിന് കൊടുക്കുന്നു. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. അപ്പോൾ 3 ഇവിടെ ഉണ്ട്. 3 അല്ല, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് ബാക്കിലുണ്ട്. ഷുവർ അല്ലേ? കാരണം ഇവിടെ വന്നിട്ട് പിന്നെ ആ കട്ടിങ് ബ്ലേഡ് ഇതിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഡ്ജിന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിലത്തെ എഡ്ജിനും കട്ട് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്തത് ഈ ബേസിനെ കട്ട് ചെയ്യുന്നു. ബേസിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 2 പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 3, ഇത് 3 ഡാഷ് ബ്രാക്കറ്റിൽ മറ്റേത്. അപ്പോൾ 1 2 3. ഇനി ഇവിടെ 4 കൊടുക്കുക. 4 ഡാഷ് 5 ഡാഷ് 6 ഡാഷ്. അപ്പോൾ അങ്ങനെ 6 പോയിന്റ് മാർക്ക് ചെയ്തു. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കട്ടിംഗ് പോയിന്റ്സ് എത്രയാണുള്ളത്? 6 കട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ 6 എഡ്ജ് കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത് ഹൗ ടു ഡ്രോ ദിസ് റെഗുലർ ഹെക്സഗൺ. ഫോർ ദാറ്റ് ഇനി നമ്മൾ മുന്നേ പഠിച്ച സെയിം മെത്തേഡ് ഇതിന് പാരലായിട്ട് ലൈൻ എടുക്കുക. എന്നിട്ട് ഇവിടെ 1 2 3 4 5 6 അല്ലേ? സോ ഇവിടെ ലൈൻ. സോ ദിസ് ഇസ് 1, 6 and this one is 2, 5 and this one is 3, 4. Okay, then you have to measure this length from here to here. ഇവിടെ 1 വരും, here to here 6, then here this one 5, ഇവിടെ 2 വരും, then similarly this point 3 and this point is 4. ഇതൊക്കെ കൂടി ജോയിൻ ചെയ്യാം.
ഓക്കെ, ഹാച്ച് ചെയ്യാം. അൺവാണ്ടഡ് റിമൂവ് ചെയ്യാം, നമുക്ക് വേണമെന്നുള്ള റിമൂവ് ചെയ്യാം. സോ ദിസ് ഈസ് ദി ആൻസർ. ദസ് യു ഗോട്ട് എ റെഗുലർ ഹെക്സഗൺ. ഇനി അതിൻ്റെ മെഷർമെൻറ്റ് ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഈ റെഗുലർ ഹെക്സഗൺ അത് വരച്ചതിന് ശേഷം നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത് എത്രയാണോ അത് നിങ്ങൾ ഇവിടെ എഴുതുക. 28 28 അത് എനിക്കറിയില്ല എത്രയാണെന്ന് അറിയില്ല. അത് നിങ്ങൾ നോക്കിയിട്ട് മെഷർ ചെയ്തിട്ട് എഴുതുക. ഇപ്പം 40 28 28 30 എക്സ് 28 എക്സ് ഇസ് ഈക്വൽ ടു 4 3 12 1200 എക്സ് ഇസ് ഈക്വൽ ടു 1200 ഡിവൈഡ് ബൈ 12 28 56 112 8 80 80 28 56 43 40 28 40 എക്സ് സോറി അപ്പോൾ 40 എക്സ്. അപ്പോൾ 40 എക്സ് ഈസ് ഈക്വൽ ടു ആണ് 28 40 60 840 എക്സ് ഈക്വൽ ടു 84 ബൈ 40 42 8. ഓക്കെ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നു 21 വരും. അപ്രോക്സിമേറ്റ്ലി ആണ്, നോട്ട് ഷുവർ. അപ്പോൾ ബേസ് എഡ്ജ് 30 ആകുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു 21 വരും. റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് 21 വരും. ഓക്കെ, ഇതൊന്നും നോക്കണ്ടേ, ഞാൻ വെറുതെ അനാവശ്യമായിട്ട് എഴുതുന്നതാണ്. ഓക്കെ, ഇനി ഈ ആംഗിൾ എത്രയാണോ ആ ആംഗിൾ തീറ്റാസ് ഈക്വൽ ടു ദിസ് മച്ച് ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയും കട്ട് ചെയ്താൽ ഒരേ ആൻസർ കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചിത്രം വരച്ചാലും ശരി സെയിം ആയിരിക്കും. ഇനി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ചിത്രം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാലും സെയിം ആൻസർ, ഒരു തെറ്റില്ല. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ വരക്കാം. സോ ഈ തീറ്റയുടെ അളവ് മെഷർ ചെയ്തെടുക്കുക, ഈ എഡ്ജും മെഷർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് 30 ആണ്. റെഗുലർ ഹെക്സഗണിൻ്റെ ഈ എഡ്ജ് എന്ന് പറയുന്നത് 21, അപ്രോക്സിമേറ്റ്ലി, നോട്ട് ഷുവർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, മുന്നിലും ബാക്കിലും പോയിന്റ് ഉണ്ടാവും. ഫ്രണ്ടിലത്തെ പോയിന്റ് മാത്രം എടുക്കാൻ പാടില്ല. ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് മുന്നേ ചില പ്രവർത്തനമൊക്കെ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റിയ സംഭവമേ ഉള്ളൂ. ഓക്കെ, കൂടുതൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചിട്ട് വെറുതെ വിഷമിപ്പിക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. സോ ഓക്കെ.